നമ്മുടെ മുറ്റമ്പണി കഴിഞ്ഞ പാടത്ത് തന്നെ നമ്മുടെ വീടൊക്കെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ ഞാൻ. അതിന്റെ ഇടയ്ക്കാണ് പനിയും ജലദോഷവും ചുമയും എല്ലാം കൂടി 3 പേർക്കും വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പണി പെൻഡിങ്ങിൽ കിടക്കാണെന്ന് കേട്ടോ. പക്ഷെ ഈ വെള്ളിയാഴ്ച പൂരം വരണോണ്ട് തന്നെ നമുക്ക് എങ്ങനെ പോയാലും വീട് ക്ലീൻ ആക്കണം. അപ്പൊ പിന്നെ ഞാൻ ഒരു സൊല്യൂഷനെ കണ്ടുള്ളൂ കേട്ടോ. നമ്മുടെ ജയഗ ടീമിനെ വിളിക്കും. എല്ലാം ചടപടേ നടന്നു കേട്ടോ. നമ്മൾ വേഗം കോൺടാക്ട് ചെയ്തു. രാവിലെ ഒരു 10 മണിക്ക് മുന്നേ അവർ എത്തും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ പണികളും കാര്യങ്ങളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും വിൻഷേട്ടനും ഇതേ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. എന്തിനു പറയാ, നമ്മുടെ ബാത്റൂം ആയിക്കോട്ടെ, കബോർഡ്സും കാര്യങ്ങളും എല്ലോടും അത്രയും ഡീപ്പ് ക്ലീൻ ആട്ടോ ചെയ്യാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ വീട് ഞാൻ ക്ലീൻ ചെയ്താലേ സാധാരണ തൃപ്തി ആവാറുള്ളൂ കേട്ടോ. പക്ഷെ ഇവരുടെ ക്ലീനിങ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നതൊന്നും ഒരു ക്ലീനിങ്ങും അല്ലാന്ന്. കാരണം ഇവര് എന്താ പറയാ, നമ്മുടെ കൈ എത്താത്തോടത്ത് വരെ ഇവര് എത്തിച്ച അത്രയും ക്ലീൻ ആയിട്ടാണ് ചെയ്യണത്. അതൊരു ടീമായിട്ടാട്ടോ വരും. അവന് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഷീൻ വെച്ചിട്ട് അവർ പൊടിയൊക്കെ എടുക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയായിട്ടോ. നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് അത്. കാരണം അത്രയും പൊടിയായിട്ടോ നമ്മുടെ വീട്ടില്. ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, എന്തൊരു കാര്യം എടുത്താലും ഇവർ അതേപോലെ തുടച്ച് ക്ലീൻ ആക്കി നല്ല ഭംഗിയിൽ നമുക്ക് ഒതുക്കി വെച്ച് തരും കേട്ടോ. കണ്ടോ, ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് എത്ര വൃത്തിയിലാണെന്നറിയിക്കും ഓരോന്ന് ഒതുക്കി തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ചുമയും ജലദോഷമൊക്കെ ഉള്ള കാരണം തന്നെ ഞാൻ പരമാവധി പൊടിയുടെ അവിടെ നിന്ന് മാറി നിൽക്കായിരുന്നു കേട്ടോ. ഇവരുടെ കൂടെ സൂപ്പർവൈസറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്നും പിന്നാലെ നടന്ന് പറയുകയും ചെയ്യും ഒന്നും വേണ്ട കേട്ടോ. ഒക്കെ അതേ ആ ഒരാളെല്ലാവരെയും കൊണ്ട് ഇങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാനിത് ഇങ്ങനെ താടിക്കും കൈയെടുത്ത് ഓരോ മുക്കിൽ പോയി കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് ഞാൻ കുറെ നേരം ഇളക്കി നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല ഭംഗിയിൽ നമ്മുടെ ടൈൽസ് ഒക്കെ ഉണ്ടല്ലോ എത്ര ക്ലീൻ ആക്കിയിട്ട് തരണമെന്ന് അറിയോ. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്നറിയോ, ഇതാണ് ശരിക്കുള്ള ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളൊന്നും ചെയ്യണത് ഒന്നല്ല. ബെഡിലെ പൊടിയൊക്കെ നല്ല രീതിക്ക് തുടച്ചെടുക്കണ്ടായിരുന്നു. പിന്നെ ടൈൽസ് ഒക്കെ തിളങ്ങണ കണ്ട് എന്ത് ഭംഗിയാന്നറിയോ കാണാൻ. പിന്നെ ജനലും കാര്യങ്ങളും മൊത്തത്തിൽ ഇത് ഒരു തിരക്കാണെന്ന് കേട്ടോ. അത്രയും ക്ലീൻ ആക്കിയിട്ട് ഓരോരുത്തർ ഓരോന്ന് എടുത്തിട്ട് തുടച്ച് ക്ലീൻ ആക്കിണ്ടായിരുന്നത്. അപ്പൊ എന്നെ പോലെ ഇതുപോലെ ഇതേ ക്ലീൻ ഒക്കെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇവര് നമ്മുടെ വീട്ടിൽ വന്നിട്ട് എല്ലാം ക്ലീൻ ആക്കി തരും. നമ്മുടെ സ്ക്രീനിൽ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പരമാവധി ഇവരെ കോൾ ചെയ്യുക. മെസ്സേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വൈകിന്ന് വരും. കാരണം അത്രയും ബൾക്ക് മെസ്സേജ് വരണോണ്ട്. അപ്പൊ പരമാവധി കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇവരെ ബുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് എമൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരിക. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിലാണ് നിങ്ങൾ അവരുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ. പിന്നെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഓരോന്നും ഇത് എടുത്ത് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വണ്ടിയുടെ ബാക്കിലും അതേട്ടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരത്തെ തന്നെയാട്ടോ ഇവരുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. രാവിലെ തൊട്ടിട്ട് അന്ത്യോളം പണി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പണി തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര തൃപ്തിയായിട്ടോ. ഞാൻ ക്ലീൻ ആക്കി ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ എനിക്കിങ്ങനെ ക്ലീൻ ആക്കി കണ്ടപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ ഇതേ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ബൈ.